ചേലക്കരയ്ക്ക് എന്നും ചേലേക്ക് നിറം ഫാബ്. മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ കൈനിറയെ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ വർണ്ണ വിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു. നിറം ഫാബിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ നിമിഷ നേരം കൊണ്ട് തന്നെ ഫ്രീ ആയി ഓൾട്രേഷൻ ചെയ്ത് നൽകുന്നു. നിറം ഫാബ്, മേപ്പാടം, ചേലക്കര. പൊതുജനങ്ങളുടെ നിത്യജീവിതത്തിൽ ഗുരുതരമായി ബാധിക്കുന്ന പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ മുന്നിട്ടിറങ്ങി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ദേശമംഗലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അധികാരികൾക്ക് വിഷയം സംബന്ധിച്ച നിവേദനം നൽകി. വന്യജീവികളായ പന്നി, കുരങ്ങ് എന്നിവയുടെയും തെരുവ് നായകളുടെയും ആക്രമണം കൊണ്ട് പ്രദേശത്തെ ജീവിതം ദുസ്സഹകരമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അത്തരം പൊതുവായ വിഷയങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുകയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ദേശമംഗലം യൂണിറ്റ്. പന്നിശല്യം മൂലം പ്രദേശത്തെ ബഹുഭൂരിഭാഗം കൃഷിയിടങ്ങൾ നശിക്കുകയും പലരും കൃഷിയുൽപാദനം നിർത്തിവെക്കുകയും തന്മൂലം കൃഷിഭൂമി തരിശിടാൻ തുടങ്ങുകയും പൊതുസ്ഥലത്തെ ഗതാഗതത്തിനും സഞ്ചാരത്തിനും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയും അപകടങ്ങൾ സംഭവിക്കുന്നത് വർദ്ധിക്കുകയും ചെയ്തിരിക്കുന്നു. വയോജനങ്ങൾ, കുട്ടികൾ, സ്ത്രീകൾ എന്നിവർക്ക് പന്നികളുടെയും തെരുവ് നായകളുടെയും ശല്യം മൂലം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ദേശമംഗലം സെന്ററിൽ പ്രവർത്തിക്കുന്ന ആശുപത്രി, സ്കൂൾ, മറ്റു പൊതുസ്ഥാപനങ്ങൾ എന്നിവയുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുകയും കാൽനടയാത്രക്കാർക്കും ഇരുചക്ര വാഹനങ്ങൾക്കും അപകട ഭീഷണി ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. ദേശമംഗലത്ത് കുരങ്ങുകൾ വിളകൾ നശിപ്പിക്കുകയും വീടുകളിൽ നിന്നും ഭക്ഷ്യവസ്തുക്കൾ അപഹരിച്ചു കൊണ്ടുപോവുകയും കുടിവെള്ളം മലിനമാക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജനും ദേശമംഗലം കൃഷി ഓഫീസർ എസ്.കെ. അപർണയ്ക്കും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ദേശമംഗലം യൂണിറ്റ് പ്രസിഡന്റ് ജി. ഹരിദാസിന്റെ നേതൃത്വത്തിൽ സെക്രട്ടറി കെ. സുരേഷ് ബാബു, ട്രഷറർ പി. നന്ദകുമാർ, മറ്റു ഭാരവാഹികളായ CH മുസ്തഫ, NM സയ്യിദ്, EK യൂസഫ് കുട്ടി എന്നിവർ ചേർന്ന് നിവേദനങ്ങൾ സമർപ്പിച്ചത്. നിവേദനത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് എത്രയും വേഗം പരിഹാരം കാണുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ. ജയരാജും കൃഷി ഓഫീസർ എസ്.കെ. അപർണയും വ്യാപാരികൾക്ക് ഉറപ്പു നൽകി. വ്യവസായി ഏകോപന സമിതി ദേശമംഗലം ശാഖ ഇതൊരു മാതൃകാപരമായ പ്രവർത്തനമാണ്. പൊതുജനങ്ങളെ ആകെ ബാധിക്കുന്ന ഒരു പ്രവർത്തനം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലുമെല്ലാം മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന ഒരു യൂണിറ്റ് കൂടിയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ദേശമംഗലത്ത്. തീർച്ചയായും നിങ്ങൾ ഈ നിവേദനത്തിൽ പറയുന്ന കാര്യങ്ങൾ ഒരു പഞ്ചായത്തിൻ്റെ അധികാരപരിധിയിൽ എടുത്തി ചെയ്യാൻ കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും ഇതിന്റെ ഭാഗമായി ചെയ്യും. RKVY എന്ന് പറഞ്ഞ പദ്ധതിയിൽ 3 കിലോമീറ്റർ സൗരോർജ്ജ വേലി കെട്ടാൻ വേണ്ടിയിട്ടുള്ള അനുമതി വന്നിട്ടുണ്ട്. അതിന്റെ ഫണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് ഓൾറെഡി കൃഷി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അതിൽ 2-2.5 കിലോമീറ്ററോളം തലശ്ശേരി ആറങ്ങോട്ടുകര ഏരിയയിലാണ് വരിക. ബാക്കിയുള്ളത് നമ്മുടെ 10-11 വാർഡിന്റെ ബോർഡറിൽ. പറഞ്ഞാൽ നമുക്കത് നിർബന്ധമായിട്ടും കാടുള്ള സ്ഥലത്തെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളതാണ്. നമ്മൾക്ക് ആ സ്കീമിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ടാണ്. അപ്പൊ അതിന്റെ സ്കീമിൽ ഫണ്ട് വരുമ്പോ തന്നെ കാടിന്റെ അതിർത്തി എന്നുള്ള രീതിയിലാണ് ഫണ്ട് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് അത് മാത്രമേ അതിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അതിന്റെ ഒരു 3 കിലോമീറ്റർ നമ്മൾ ഇവിടുന്ന് ഉണ്ട്. അതെന്താണ്, അത് ഫണ്ടായി ഫോറസ്റ്റിന് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇനി ടെൻഡർ നടപടികളൊക്കെ ഫോറസ്റ്റ് ആണ് അതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത്. വ്യാപാരികൾ അധികാരികൾക്ക് നൽകിയ നിവേദനത്തിൽ വ്യാപാരികളെ കൂടാതെ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽപ്പെടുന്ന വിവിധ പാടശേഖര കമ്മിറ്റി ഭാരവാഹികളായ പി. നന്ദകുമാർ, ശ്രീജിത്ത്, കരുണാകരൻ നായർ, KV ശ്രീജ ആറങ്ങോട്ടുകര, CM നാരായണൻ, T. മൊയ്തീൻ, K. മുരളി, MP വാരിജാക്ഷൻ, ജയകുമാർ, K. ശശിധരൻ, VU ഉമർ, സുബൈർ എന്നിവരും സാക്ഷ്യപ്പെടുത്തി ഒപ്പിട്ടിട്ടുണ്ട്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ദേശമംഗലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇന്ന് ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷനും ദേശമംഗലത്തിൻ്റെ കൃഷി ഓഫീസർക്കും പൊതുജന താൽപര്യാർത്ഥം പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ഒരു നിവേദനം നേരിട്ട് കൈമാറുകയുണ്ടായി. ഇതിൻ്റെ ഉദ്ദേശം നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിക്കുള്ളിൽ വരുന്ന കർഷകർക്ക് വന്യമൃഗങ്ങളെ കൊണ്ടുണ്ടാകുന്ന ശല്യങ്ങൾ, അതുപോലെ മറ്റ് വീടുകളിലും പരിസര പ്രദേശങ്ങളിലും റോഡുകളിലുമൊക്കെ തന്നെ തെരുവുനായികൾ, മയിൽ, കുരങ്ങൻ എന്നിത്യാദി മൃഗങ്ങളുടെയും വളരെ അതിപ്രസരമായിട്ടുള്ള രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പൊതുജനങ്ങൾക്ക് ആരോഗ്യപരമായും ജീവഹാനിക്ക് ഇടവരുത്തുന്ന രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാവുകയും കൃഷിക്കാർക്കാണെങ്കിൽ കൃഷി പരിപൂർണമായി തന്നെ നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു രീതിയിലാണ് കാട്ടുപന്നികളുടെ വരവും
അത് ചെയ്യുന്ന ഉപദ്രവങ്ങൾ. അപ്പോൾ അതിനൊക്കെ ഗവൺമെൻറ് തലത്തിൽ പഞ്ചായത്ത് തലത്തിൽ ഒരു പരിഹാരം ഉണ്ടാകണം. ജനങ്ങൾക്ക് എപ്പോഴും ഉപകാരമുള്ള രീതിയിൽ തന്നെ ആ രീതിയിൽ അതിൻ്റെ പ്രവർത്തനം ഏകോപിപ്പിക്കണം. അതിനു വേണ്ടുന്ന കാര്യങ്ങൾ മേൽനടപടികൾ സ്വീകരിച്ചുകൊണ്ട് നടപ്പിലാക്കി തരണം എന്നുള്ള അഭ്യർത്ഥനയോട് കൂടിയിട്ടുള്ള ഒരു നിവേദനം നേരിട്ട് ഏൽപ്പിക്കുകയാണ് ചെയ്തത്. ഈ നിവേദനം നമ്മൾ നമ്മുടെ യൂണിറ്റ്, തൃശ്ശൂർ ജില്ലാ കളക്ടർ, RDO, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങി ഇതിൻ്റെ മേൽഘടകങ്ങളിലേക്കൊക്കെ തന്നെ നമ്മൾ ഇതിൻ്റെ കോപ്പി എത്തിച്ചിട്ടുണ്ട്. റൈറ്റ് വിഷൻ ന്യൂസ്, ദേശമംഗലം.